ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ജാനകിയാണെങ്കിൽ രേവതിയെ ഫോൺ വിളിക്കുകയാണ്. എന്താ വിഷയമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും കാണാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, വേണുവേട്ടന് ഭയങ്കര തലവേദന ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാത്ത. അല്ലെങ്കിൽ വിഷുവായിട്ട് അനിമോന് എന്തെങ്കിലും നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. തലവേദന ആയിട്ടാണ് വരാത്തതെന്ന് പറയുമ്പോൾ ജാനകി പറയുകയാണ്, അനാമികയെ നിങ്ങളെ സ്നേഹിക്കാത്തവന് നിങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു, ഒരു കാറ് വാങ്ങിച്ചു കൊടുത്ത് അതിൻ്റെ നന്ദി പോലും അവൻ കാണിക്കുന്നില്ലല്ലോ എന്ന്. രേവതി പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും അനി ഞങ്ങളുടെ മരുമകനല്ലേ, അപ്പോൾ അതിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കാണുമല്ലോ എന്ന്. അതിനുശേഷം വേണു ഫോൺ വാങ്ങിക്കുകയാണ്. ഈ വിഷയമൊക്കെ പറയുകയാണ്. അതിനുശേഷം വേണു ചോദിക്കുകയാണ്, എൻ്റെ മോൾ ആ വീട്ടിലെ പുറമ്പോക്കാണല്ലേ എന്നിങ്ങനെ ജാനകിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജാനകി പറയുകയാണ്, എന്ന് ആരാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന്. അതാരും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. അനിയാണെങ്കിൽ എൻ്റെ മോളെ സ്നേഹിക്കുന്നൊന്നും ഇല്ലല്ലോ. അനി മാത്രമേ അനാമികയെ സ്നേഹിക്കാതെ ഉള്ളൂ. ബാക്കി വീട്ടിലുള്ള അംഗങ്ങളെല്ലാം അനാമികയെ നല്ല രീതിയിൽ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നു. വേണു ചോദിക്കുകയാണ്, മൂർത്തീസ് ട്രസ്റ്റിലെ അംഗമൊന്നും അല്ലല്ലോ എൻ്റെ മോള് എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, ഈ വീട്ടിലെ മരുമക്കൾ ആരും ട്രസ്റ്റിലെ അംഗങ്ങളല്ല എന്ന്. ട്രസ്റ്റിലെ അംഗമാക്കിയിരുന്നെങ്കിൽ എൻ്റെ മോളെ ആ കുടുംബത്തിലെ അംഗമായിട്ട് കണ്ടിരുന്നുവെന്നെങ്കിലും ഞങ്ങൾ വിചാരിച്ചോളാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇവിടെ സംസാരിക്കാം, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് ജാനകി പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോരുമെന്ന് ജാനകി വിളിക്കുമ്പോൾ വേണു പറയുകയാണ്, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, എൻ്റെ വയറ് കേടാക്കാൻ ഞാൻ അങ്ങോട്ട് ഇല്ലയെന്ന് വേണു പറയുകയാണ്. അങ്ങോട്ട് വരികയാണെങ്കിൽ വയറ് കേടായി പിന്നെ ബാത്റൂമിൽ ഇരിക്കാനേ സമയം കാണുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല എന്നാണ് വേണു പറയുന്നത്. അതിനുശേഷം ഫോണൊക്കെ വെച്ചതിന് ശേഷം രേവതി വേണുവിൻ്റെ ചോദിക്കുകയാണ്, നമുക്ക് അനന്തപുരിയിലേക്ക് ഒന്ന് പോയാലോ, അവിടെ ഇപ്പോൾ നവ്യന് അതിനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണത്തിലൊരു വിഷവും മായൊന്നും ചേർക്കത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ വേണു പറയുകയാണ്, എന്തായാലും ഞാൻ അങ്ങോട്ടില്ല എന്ന്. അനന്തപുരിയിലെ ഭക്ഷണത്തിന് പോലും നമ്മളെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നുവെന്ന് വേണു പറയണം. അതിനുശേഷം വേണു പറയുന്നുണ്ടായിരുന്നു, ഒന്നാമത് ഇന്ന് വിഷുവാണ്, ഈ വിഷുവിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വർഷം മൊത്തവും പോക്കായിരിക്കും. പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു, നയനയും നവ്യയും തിരിച്ചു വരുന്നതിന് മുമ്പ് മോൾ അവിടെ ഉള്ളവരെയൊക്കെ കയ്യിലെടുത്ത് എന്തെങ്കിലുമൊക്കെ നേടിയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണേ. അമ്മിയെ ഡ്രസ്സിൽ അങ്ങാക്കണമെന്നുള്ള കാര്യം ഞാൻ ജാനകിയുടെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയുകയാണ്, പിന്നെ അത് പറയണ്ടേ, പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നന്ദുവിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞല്ലേ ഈ ഡ്രസ്സൊക്കെ പുറത്ത് കൊടുത്ത് നമുക്ക് അയൺ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്ക് സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് നമ്മളല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പുറത്ത് കൊടുത്താൽ ഇത്രയും വൃത്തിയാവില്ലല്ലോ. പിന്നീട് നയന നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ അനിയെ സ്നേഹിച്ചതിന് ശേഷം നീ ബോൾഡ് അല്ലല്ലോ, അപ്പോൾ SI ഒക്കെ ആവാൻ പോവുകയല്ലേ, അതുകൊണ്ട് നീ കുറച്ച് ബോൾഡൊക്കെ ആവണമെന്നൊക്കെ പറയുകയാണേ. ശേഷം നവ്യം വന്നിട്ടും അങ്ങനെ തന്നെ പറയുകയാണ്, നീ ഇത്തിരി കൂടി ബോൾഡ് ആവണമെന്ന്. എന്നിട്ട് പറയുകയാണ്, നീ SI ആയതിനു ശേഷമാണ് എനിക്ക് 2-3 പേരെയൊക്കെ ഇടിച്ച് വീഴ്ത്താനെന്ന്. അപ്പോൾ അതാരാന്ന് ചോദിക്കുകയാണ്. അത് മറ്റാരുമല്ല, അബിയുടെ അമ്മ തന്നെയാണ്. പിന്നെ നമ്മുടെ അച്ഛനെയും അമ്മയും പലിശയുടെ പേരും പറഞ്ഞ് ഒരുപാട് മോശം സംസാരമൊക്കെ സംസാരിച്ച പലിശക്കാരനുണ്ടല്ലേ, അങ്ങേർക്കും ഇട്ട് 2 കൊടുക്കണമെന്ന്. പിന്നീട് നന്ദു ആണെങ്കിൽ നയനയുടെ അടുത്ത് പറയുകയാണ്, ചേച്ചി പഴയതുപോലെ അല്ലല്ലോ, ചേച്ചി ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി എന്നിങ്ങനെ പറയുകയാണ്. ആദ്യമൊക്കെ ചേച്ചിക്ക് എന്ത് തൻ്റെ ഇടമായിരുന്നു, ഇപ്പോൾ ആ തൻ്റെ ഇടമൊന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. തൻ്റെ ഇടമൊക്കെ കാണിക്കണമെന്ന് നന്ദു ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുകയാണ്, മൂത്ത മരുമകൾ എന്ന നിലയിൽ ആദർശേട്ടൻ്റെ അമ്മയായിരുന്നു അനന്തപുരി തറവാട് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവിടുത്തെ കിരീടവും ചെങ്കോലും ഒക്കെ നിനക്ക് തന്നിരിക്കുകയല്ലേ. മൂത്ത മരുമകൾ എന്നുള്ള അംഗീകാരം മാത്രമല്ലല്ലോ, നീ മൂർത്തീസ് ജ്വല്ലറിക്ക് എന്തുമാത്രം നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അനാമികയും അച്ഛൻ്റെയും അമ്മയുടെ അടുത്തൊക്കെ തന്നെ നീ നല്ല തൻ്റെ ഇടത്തോടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ നവ്യ. അപ്പോൾ നയന പറയണം, അങ്ങനെ തന്നെയാണല്ലോ ഞാൻ നിൽക്കുന്നത്, നമ്മുടെ അച്ഛനെയും അമ്മയും മോശമായിട്ട് പറയുന്ന സമയത്ത് അവിടെ കരണം നോക്കിയല്ലേ ഞാൻ ഇട്ട് കൊടുത്തതെന്ന്. അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ആ വീട്ടിലെ ചിട്ടകളനുസരിച്ച് ഞാൻ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനാമിക ഭയങ്കര പണക്കാരി എന്നല്ലേ അവിടെ ഉള്ളവർ പറയുന്നത്, പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ അന്ന് കൊടുത്ത മാല മോഷണം പോയല്ലോ, അതിനെക്കുറിച്ച് തെളിയിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് ഞാൻ എൻ്റെ അടുത്ത് നന്ദു പറയുകയാണ്. അതുമാത്രമല്ല, SI പോസ്റ്റിംഗ് ആവുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പോസ്റ്റ് വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് ചേച്ചി ആദർശേട്ടൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമെന്ന് പറയുകയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകയ്ക്ക് ഭയങ്കര വിഷമാണ് നന്ദു പോകണോണ്ട്. അപ്പം നന്ദുവിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് കനക വാരി കൊടുക്കുന്ന സമയത്ത് നീ മാത്രം കൂടി കൊടുത്താൽ പോരല്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദനും നന്ദുവിന് വാരി കൊടുക്കുകയാണ്. അച്ഛനും അമ്മയും നന്ദുവിന് ഭക്ഷണം വാരി കൊടുക്കുന്നത് കാണുമ്പോൾ നയന പറയാണ്, പിന്നെ ഞങ്ങളായിട്ട് അതിനൊരു കുറവ് വയ്ക്കുന്നത്, ഞങ്ങളും വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം നന്ദുവിന് വാരി കൊടുക്കുകയാണ്.
വാരി കൊടുക്കുന്ന സമയത്ത് നന്ദു മതി എന്നൊക്കെ പറയണം. അപ്പോൾ നയന പറയുകയാണ് നീ മതിയാക്കുകയാണെങ്കിൽ ഇവിടെ ആരും ഭക്ഷണം കഴിക്കത്തില്ല എന്ന്. അപ്പോൾ നയന ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നന്ദു കഴിക്കാമെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു 3 മക്കളും ഒരുമിച്ച് കൂടി ഇത്രയും സന്തോഷമായുള്ള ദിവസങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഇന്ന് പൂർത്തിയായെന്ന് ഗോവിന്ദനും പറയണം. അത്രയും നല്ല സന്തോഷത്തിലാണ് ഗോവിന്ദനും. പിന്നീട് നന്ദു ആണെങ്കിലും ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അധ്വാനം കുറയ്ക്കണം, ഞാൻ മാസം ഉള്ളത് അച്ഛന് തരാമെന്നിങ്ങനെ പറയുമ്പോൾ നയന പറയാണ് നീ എന്തിനാ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കാമെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, അച്ഛൻ അതിന് തയ്യാറാവാത്തതല്ലേ എന്ന്. ഗോവിന്ദൻ പറയണേ എൻ്റെ ആരോഗ്യത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ അധ്വാനിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. നവ്യ പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര കാശുകാരാണ്, എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ് നീ ഒന്നും തരണ്ട, നീ ആരോഗ്യമുള്ള ഒരു പേരക്കുഞ്ഞിനെ തന്നാൽ മതി എന്ന് പറയുകയാണ്. പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, ചേച്ചിയുടെ ഡെലിവറി സമയത്ത് ഞാൻ കാണത്തില്ലല്ലോ എന്ന്. അപ്പോൾ നയന് പറയണേ അതിനെന്താ കുഴപ്പം, ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ കാണാമല്ലോ എന്ന്, ഉണ്ടാകുമ്പോൾ നിനക്ക് ലൈവായിട്ട് വീഡിയോ കോളിൽ കാണാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഇത് നന്ദു പറയുകയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരു ഡിന്നർ പാർട്ടി ഒരുക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ പോവാൻ വേണ്ടിയിട്ട്, സമയം കൂടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ പോകണ്ടെന്ന് കനക പറയുകയാണ്. അതിനുശേഷം നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഡിന്നർ പാർട്ടിക്ക് അനിയും കാണത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് അനിയൊന്നും ആ പാർട്ടിക്കില്ല എന്ന്. അതെനിക്ക് അത്ര വിശ്വാസം പോലെ, ഇന്നലെയും ഇങ്ങനെയാണല്ലോ നീ പറഞ്ഞിട്ട് പോയെന്ന്. എന്നിട്ട് നന്ദു ആണെങ്കിൽ ഭക്ഷണം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴിച്ചു പോവുകയാണ്. റൂമിൽ ചെന്ന് നന്ദു വിഷമത്തിൽ നിൽക്കുന്ന ഈ സമയത്താണ് കനകയും ഗോവിന്ദനും കൂടി പോകുന്നത്. എന്നിട്ട് മോൾക്ക് അച്ഛൻ വാങ്ങിച്ച ഡ്രസ്സാണെന്ന് പറഞ്ഞ് ഗോവിന്ദൻ നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. മോളിനി അവിടെ പോയിട്ട് പഴയ ഡ്രസ്സൊന്നും ഇടണ്ട, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി, മോൾക്ക് വേണ്ടി അച്ഛൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ് നന്ദുവിന് കൊടുക്കുകയാണ്. ഒരുപാടുണ്ടല്ലോ, ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയണേ. അതിനുശേഷം കനകയായിരുന്നാലും പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോലീസ് യൂണിഫോം ഇടുന്നതിൽ വലിയ പുതുമയൊന്നുമില്ല, പക്ഷേ നന്ദൂട്ടൻ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് ഗോവിന്ദൻ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇനി ഒക്കെ ആയതിനു ശേഷം മോള് നയത്തിൽ വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന്. പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു നന്ദു ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് പിന്നെ അനിയായിട്ട് കാണാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്നും പറയുന്നുണ്ട്, അതിലൊരു ആശ്വാസം ഉണ്ടെന്ന്. അനിയായിട്ട് കാണാനൊന്നും പറ്റത്തില്ല, മോള് SA ആയിട്ട് വരുന്ന സമയത്ത് മോൾക്ക് നല്ലൊരു കല്യാണ ആലോചന നോക്കി നടത്തിത്തരാമെന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയാണ് കല്യാണ കാര്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന്. പ്രൊഫഷനും എൻ്റെ കുടുംബവും എനിക്ക് ഒന്നുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നാവികയുടെ അനിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഓരോന്ന് ഉപദേശിക്കുകയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതിനുശേഷം മോളെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്ക് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങ് പോവുകയാണ്. അതിനുശേഷം കനകയ്ക്കാണെങ്കിൽ നന്ദു പോകുന്നതിൽ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. കനകയാണെങ്കിൽ നന്ദുവിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നന്ദു ആണെങ്കിൽ ഗോവിന്ദൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ എടുത്ത് ഓരോന്നാടെടുത്ത് നോക്കിയാണ് സങ്കടത്തിൽ നിൽക്കുകയാണ്. നന്ദു അതിന് ശേഷമാണ് നയനയാണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ്. ആദർശിൻ്റെ മിസ് കോളോ മെസ്സേജോ ഒന്നും കാണുന്നില്ലേ. നയന മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എൻ്റെ ഭർത്താവിന് ഇന്നൊരു മെസ്സേജോ ഒരു മിസ് കോളോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. പിന്നീട് നയനയാണെങ്കിൽ ആദർശിനെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിൽ ഫോൺ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്, എന്ത് പറ്റി ആദർശേട്ടന് ഇതിപ്പോൾ കോള് കട്ട് ചെയ്യുകയാണല്ലോ എന്ന്. എന്നിട്ട് നയനയാണെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് അയക്കുമ്പോൾ ആദർശൻ നയനയ്ക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ലേ. എനിക്ക് ആകെ സങ്കടമാണ്. അതിന് ശേഷം അമ്മേനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ വിളിക്കുകയാണ്. നയനെ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് നയന ദേവയാനിയുടെ അടുത്ത് പറയുകയാണ് ഞാൻ വിളിച്ചിട്ട് ആദർശേട്ടൻ ഫോൺ എടുക്കേണ്ട മെസ്സേജ് നോക്കുന്നില്ല എന്ന്. ഇത് പറ്റി ആദർശേട്ടനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല, അവൻ എന്തോ ഇപ്പോൾ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ വിഷമമൊന്നും ചോദിക്കാനും പറ്റത്തില്ല. എന്തായാലും നന്ദു നാളെ പോവുകയല്ലേ, അവളെ സന്തോഷിപ്പിച്ച് യാത്രയാക്ക്. ആദർശിൻ്റെ കാര്യം ഓർത്ത് മോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ആ കാര്യമൊന്നും ഞാൻ അവനോട് തിരക്കാൻ ശ്രമിക്കാമെന്ന് ദേവയാനി പറയുകയാണേ. ഒരു കോള് കട്ട് ചെയ്തതിന് ശേഷം ദേവയാനിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്തോട്ടാണ് വന്നതിന് ശേഷം ആദർശിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അമ്മ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത് എന്നിങ്ങനെ ഇപ്പോൾ ചോദിക്കുമ്പോൾ ആ ദേവയാനി പറയുകയാണ് നീ എന്താ നയനെ വിളിച്ചിട്ട് എടുക്കാത്തത്, അവൾ എന്നെ വിളിച്ച് ശല്യം ചെയ്യുകയാണ്, അവളടുത്ത് പറയണം എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. അവൾ നിന്നെ വിളിച്ചപ്പോൾ നീ ഫോണും എടുക്കുന്നില്ല മെസ്സേജും നോക്കുന്നില്ല എന്ന് നിൻ്റെ പരാതി പറയാൻ വേണ്ടി അവൾ എന്നെ വിളിച്ചിരുന്നു, മേലാൽ അവളടുത്ത് പറയണേ എന്നെ വിളിക്കരുതെന്ന്. ആദർശ് പറയുകയാണ് അവൾ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഫോൺ എടുക്കാതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് ഞാനതിന് അവളുടെ നമ്പർ സേവ് ചെയ്തിട്ടിട്ടില്ലല്ലോ, ഞാൻ വേറെ ആരോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്താണെന്ന്. എടുത്തപ്പോൾ ആണെങ്കിൽ നിൻ്റെ പരാതി മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ, നീ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, നീ മെസ്സേജിന് റിപ്ലൈയും കൊടുക്കുന്നില്ല എന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലോഹ്യത്തിലായിരുന്നല്ലോ എന്ന്.
അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ദേവേനി പറയണേ എനിക്കൊരു കുഴപ്പമില്ല, നിനക്കാണല്ലോ അവളില്ലെങ്കിൽ ഉറക്കം വരാത്തത്, തേരാപാരാ നടക്കുന്നതല്ല, ആണല്ലോ വലിയ പ്രശ്നം. അപ്പോൾ ആദർശ് പറയുകയാണ് എനിക്ക് അവളില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് അവളില്ലാന്ന് വെച്ചാൽ ഒരു ഉറക്കക്കുറവും ഇല്ല, അമ്മ എല്ലാവരുടെ അങ്ങനെയാണല്ലോ പറയുന്നത്, എനിക്ക് ഉറക്കമില്ലാന്ന്, ഇനി അമ്മ അങ്ങനെ പറയാൻ നിൽക്കേണ്ട ആരെടുത്തും എന്ന്. അവളില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് ആദർശ് പറയുകയാണ്. ഇനി പറയണ ഈ വീട്ടിലുള്ളവർക്കെല്ലാം എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ആദർശ് പറയണേ അത് ശരിയാണ്, ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ആദർശിനെ നോക്കി നിൽക്കുന്ന ദേവേനെയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.